നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്തോ ഒരു ഭാഷ പറയല്ലോ, എന്തായിരുന്നത്? ലഡായിപ്പല്ല, ഉഡായിപ്പ്. അതല്ലല്ലോ. ഒരിക്കലും അല്ല. കുറിപ്പ്. നമുക്ക് പോവാൻ ചേട്ടാ. പിന്നെന്താ, എനിക്ക് 100% സമ്മതം. മീനാക്ഷി, നീ എന്താ ഇത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത്? അത് ആ പറയ. അമ്മയുടെ അച്ഛന്റെ കല്യാണക്കാരോ. എത്ര ശ്രമിച്ചിട്ടും അമ്മ അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ കാർത്തിയേട്ടാ. ദൈവമേ അങ്ങോട്ട് അടുക്കാത്തതല്ലേ? അതെ. ദൈവമേ എന്താ പറയുന്നേ? അച്ഛനോട് വേറെ ദേഷ്യമൊന്നുമില്ല, പക്ഷെ കല്യാണത്തിന് മാത്രം സമ്മതിക്കുന്നില്ല. അവരൊന്നാവണം, സന്തോഷത്തോടെ ഇരിക്കണം. അത് മാത്രം എന്റെ ലക്ഷ്യം. മീനാക്ഷി ടെൻഷൻ അടിക്കാതെ ദേവമ്മ വല്യമ്മാവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കും. എങ്ങനെ? അവരെ ഒരുമിപ്പിക്കാനുള്ള ചില വഴികളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പ്രയോഗിച്ചു നോക്കാം. ദേവിക്ക് ഈ മ്യൂറൽ പെയിന്റിംഗ് മാത്രമല്ല, നന്നായിട്ട് വരയ്ക്കാനും അറിയാം. ആ പ്രതിഭ നശിപ്പിക്കരുത്. ഇനി അതും കൂടി ഒക്കെ ചെയ്യണം. ഇതിനൊക്കെ എവിടുന്നാ ചേട്ട സമയം? ആ നേരം കണ്ടെത്തണം. രാജാ രവിവർമ്മയുടെയും സതീഷ് ഗുജറാളിന്റെയും ജമിനി റോയിയുടെയും വിൻസെന്റ് വാൻഗോഗിന്റെ ഒക്കെ ചിത്രങ്ങളുടെ കളക്ഷൻ ഞാൻ ദേവിക്ക് സംഘടിപ്പിച്ചു തരാം. ചേട്ടൻ വെറുതെ എന്നെ പൊക്കുന്നത്. എനിക്കത്ര ടാലന്റ് ഒന്നുമില്ല. ഒരു കെട്ടി പിരിഞ്ഞതാണെങ്കിലും രണ്ടെണ്ണവും മനസ്സുകൊണ്ട് അകന്നിട്ടില്ല. പക്ഷെ ഒരാൾ അക്കരയും ഒരാൾ ഇക്കരയുമാണ്. രണ്ടെണ്ണത്തിനെയും കൂടി ഒരു വഞ്ചിയിൽ കയറ്റി നടുക്കായലിലേക്ക് തുഴയാൻ വിട്ടാല് ആൺകിളി റൊമാൻറ്റിക്കാ, പക്ഷെ പെൺകിളി ആശ്രമ ലൈന. എന്ത് ചെയ്യും? അച്ഛനെയും അമ്മയും പ്രണയിപ്പിക്കാനുള്ള പണിയും മകളായ എന്റെ തലയിലെ വന്നല്ലോ. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനൊരാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ആകെ കൊഴഞ്ഞു പോയല്ലോ. എന്താ മോളെ? അത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ നടപ്പില്ലാത്ത കാര്യം. കാര്യം എന്താന്ന് വെച്ചാ പറയ്. വൈകമോൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്റെ ഭർത്താവായ നിങ്ങളുടെ പുത്രന്റെ തിരക്കോട് തിരക്ക്. ഞാൻ കുറിപ്പ് തരാം. അമ്മയും അച്ഛനും കൂടി ഒന്ന് പോയി അത് വാങ്ങിക്കൊണ്ട് വരാവോ? അല്ല, നിനക്കത് പോയി വാങ്ങിച്ചൂടെ? അപ്പൊ കൊച്ചിന്റെ കാര്യം ആര് നോക്കും? അത് ഞാൻ നോക്കിക്കോളാം. ഈ അമ്മയുടെ അടുത്ത് ഒരു വേല നടക്കില്ലേ? ഞാൻ പോവാൻ കാർത്തിയായിട്ട് സമ്മതിക്കില്ല. അമ്മ അച്ഛനും കൂടെ ഒന്ന് പോയിട്ട് വാ. അമ്മേ, ഇത് എന്റെ കുഞ്ഞിന്റെ കാര്യല്ലേ? നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യമായിരുന്നെങ്കിൽ നിങ്ങൾ പോവായിരുന്നില്ലേ? ഞങ്ങളുടെ കുഞ്ഞല്ലേ നീ. ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. പോവോ അമ്മേ? നീ എന്തോ ഒരു ഭാഷ പറയല്ലോ, എന്തായിരുന്നത്? ലഡായിപ്പല്ല, ഉഡായിപ്പ്. അതല്ലല്ലോ. ഒരിക്കലും അല്ല. കുറിപ്പ്. നമുക്ക് പോവാൻ ചേട്ടാ. പിന്നെന്താ, എനിക്ക് 100% സമ്മതം. ഈ പോക്കിൽ പ്രേമം തളരണേ എന്റെ ദൈവമേ. ഒരു 4-5 ലോറി മെറ്റിലിറക്കിയാ മതി. എന്നിട്ട് ആ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് വിരിക്കണം. മെറ്റലിന്റെ അടിയില് പ്ലാസ്റ്റിക് ഷീറ്റോ മറ്റോ ഇടണോ, പുല്ല് കിളിർക്കാതിരിക്കാൻ വേണ്ടി? അതൊന്നും വേണ്ട. അതൊക്കെ ഭൂമിയോട് ചെയ്യുന്ന ദ്രോഹമാണ്. അമ്മേ,
എന്താ മോളെ? വൈഗമോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. മീനാക്ഷി അത് ഞങ്ങളെ ഏൽപ്പിച്ചു. ഞാനും ചേട്ടനും കൂടെ പോയി അത് വാങ്ങിച്ചോണ്ട് വരട്ടെ. അതിനെന്താ, സന്തോഷമുള്ള കാര്യല്ലേ. അതെ, പോയിട്ട് വാ മക്കളെ. പ്രകൃതിയിൽ ഋതുക്കളും ഋതുസംഹാരങ്ങളും മാറി മാറി വരുന്നത് പോലെ ജീവിതം. മഴയും മഞ്ഞും വെയിലും ഒക്കെ മാറി മാറി വരും. ആ, ഏറെ കരയുന്നതിനിടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഒന്ന് ചിരിക്കാൻ അവസരം കിട്ടും. ആ അവസരം പാഴാക്കി കളയരുത്. ആ. ശരി അച്ഛാ. അതെ, നിങ്ങളുടെ ജീവിതം ബാക്കി കിടക്കുകയാണ്. ഈ യാത്രയിൽ അക്കാര്യം കൂടെ ചിന്തിക്കണം. ആ നന്ദിനി, നമുക്ക് വണ്ടി എടുത്താലോ? വേണ്ട, നമുക്ക് നടക്കാം. അതല്ലേ ഒരു രസം. നന്ദിനിയുടെ മനസ്സ് മാറൂ രാജലക്ഷ്മി. നമുക്ക് പ്രാർത്ഥിക്കാൻ കൈമളേട്ട, അതേ മാർഗമുള്ളൂ. മാലതി, ആ മാലതി, ഈ ശബ്ദം കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ ഇന്ദ്രേച്ചി, ചില കാമുകിമാര് കാമുകന്മാരോട് പറയുന്ന പോലെ? ഞാനൊരു തമാശ മട്ടിലങ്ങ് പറഞ്ഞു പോയതാ. ആ എക്സാമ്പിൾ കൊള്ളാം. ഞാൻ മറ്റൊരു കാമുകന്റെ കാര്യം പറയാനാ ഇപ്പൊ അങ്ങോട്ട് വിളിച്ച. മറ്റൊരു കാമുകന്മാരോ? അതാരൊക്കെ? യുവ കാമുകന്മാർ. കൊച്ചു പയ്യനായ ജയരാമനും കുട്ടിത്തം വിട്ടുമാറാത്ത നന്ദിനിയും. ഓ, നളദമയന്തിമാര്. അവരുടെ കാര്യം കേൾക്കാനല്ലേ ഞാൻ മാലതിയുടെ വിളി പ്രതീക്ഷിക്കുന്നത്. പറ, അവരുടെ എന്ത് കാര്യം? അവര് രണ്ടുപേരും കൂടി ഒന്നിച്ച് ചിരിച്ചും കളി പറഞ്ഞും ദേ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. ഏ, ദേ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇതൊക്കെയാണല്ലോ എനിക്ക് ഇന്ദ്രച്ചയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങള്. പിന്നെ ഈ ഉപകാരം ഞാൻ മറക്കില്ല. ആ കാമുകന്മാർക്ക് ഞാൻ ഉടനെ തന്നെ ഒരു വിവാഹ സമ്മാനം കൊടുത്തേക്കാം. ആ. അപ്പോ അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ച മട്ടാണല്ലേ? ആ പിന്നെ ഇവിടെ കല്യാണ ആലോചനകളൊക്കെ നടക്കുകയല്ലേ. അപ്പോ സാവിത്രിക്ക് ഇതിനോടൊന്നും ഒരു എതിർപ്പുമില്ലേ? ഹാ, സാവിത്രിയാണ് ഇപ്പോ ചെമ്പകമംഗലത്തെ ഹീറോ. ഒരു മാലാഖയായിട്ട് ഇവിടെ കിടന്ന് വിളങ്ങുവാ. എല്ലാ മാലാഖമാർക്കും എതിരെ ഒരു ചെകുത്താനായിട്ട് ഞാനുണ്ടാവും. ആ, മാലതി തൽക്കാലം ഫോൺ വെക്കും. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.